നിങ്ങളൊന്ന് ബേജാറാകാണ്ടിരി, ഓലിങ്ങോട്ട് വന്നോട്ടെ. ഓയിഷന്റെ അപ്പാ, നിങ്ങളൊന്നും കട്ടിട്ടും പിടിച്ചു പറിച്ചിട്ടൊന്നുമില്ലല്ലോ. ഇങ്ങക്ക് അറിഞ്ഞൂടെ ഓറെ? ഒരു പച്ചപ്പയ്യനെ പോലെ നോവിക്കാൻ ഓറെ കൊണ്ടാവൂല. എന്നാ ഞങ്ങള് ഐസുത്ത എന്റെ ഇഷ്യൂ എന്തേനു? എന്താ ഉണ്ടായേ? ഞാൻ മുറ്റത്തിരുന്ന് ഓല മടയായിരുന്നു. അപ്പതാ അവിടെ വന്ന് നിന്നിട്ട് ഒരാളിനോട് ചോദിച്ച് ഇതല്ലേ VP ഹൗസ് എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ അതേന്ന്. പിന്നെ നിങ്ങൾ ഇവിടെ ഇല്ലേന്ന് ചോദിച്ചു. നിങ്ങള് പാപ്പിനശ്ശേരിയില് കാട്ടിലെ പള്ളിയില് 3 വെറ്റുമാന്റെ ജാറത്തിൽ നേർച്ചക്ക് പോയിരിക്കാന്ന് പറഞ്ഞു. അപ്പൊ അയാള് ചോദിക്ക, നിങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ തന്നെയാണോ താമസം? നിങ്ങൾക്ക് എന്തിന്റെ പണിയാന്ന്? അപ്പൊ ഞാൻ ചോദിച്ച്, നിങ്ങളാരാ, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന്. അപ്പൊ അയാള് പറയാ അയാള് പോലീസാന്ന്. പക്ഷേ ഒരു പോലീസുകാര് കുപ്പായൊന്നല്ല ഇട്ടണ കേട്ടാ. നിങ്ങൾ വന്ന പോലീസ് സ്റ്റേഷനിൽ ചെല്ലാൻ പറഞ്ഞു. എന്തിനാ ഇഷ്യൂ? എന്തിനാ അയാൾ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ പറഞ്ഞത്? അറിഞ്ഞൂടെ. ഈ ചോദിച്ചില്ലേ? അയാള് പോലീസാന്ന് പറഞ്ഞപ്പോ വായില് വെള്ളം മുഴുവൻ വറ്റിപ്പോയി. നീ ഇത് അവത്തോട്ട് എടുത്തു വെക്ക്. നിങ്ങളിതിപ്പോ എങ്ങോട്ടാ? ഞാനിപ്പം വരാം. പടച്ച റബ്ബിലാലമീനായ തമ്പുരാനെ കാത്തോളണേ റബ്ബേ. എന്താ ബുക്ക? ഒരു കാര്യം ഉണ്ടായിരുന്നു മാഷേ. ഞാനിവിടെ സ്ഥലത്തില്ലായിരുന്നു. ഇപ്പം പുരക്ക് വന്ന് കേറിയുള്ളൂ. ആയുഷു ആകെ ബേജാറായിട്ടിരിക്കുക. ഒരു പോലീസുകാരൻ വന്ന് പറഞ്ഞു ഞാൻ വന്ന സ്റ്റേഷനിലേക്ക് ചെല്ലാൻ. എന്താ കാര്യം? അറിയില്ല മാഷേ, എന്തടങ്ങേറാ വന്ന് കേറിയെന്ന്. സത്താറ് വല്ല കുരുത്തക്കേടും കാണിച്ചോന്നാ എന്റെ പേടി. വല്ലാത്ത കാലോണേ. നിങ്ങൾ വായിക്കാറില്ലേ പത്രത്തിൽ വരുന്ന ഓരോരോ വാർത്തകൾ? അബുക്ക ധൈര്യമായിട്ടിരിക്കുക, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. മാഷേ, എന്താ ബുക്ക? നിങ്ങൾ വരുമോ എന്റെ കൂടെ നിന്ന് പോലീസ് സ്റ്റേഷൻ വരെ? പിന്നെന്താ, അബുക്ക നിൽക്കേ, ഞാൻ പോരാ. വലിയ പറമ്പിൽ അബു. പിതാവിന്റെ പേര് ആദം. ആദാമിന്റെ മകൻ അബു. നീത്തലപ്പുഴയിൽ ഐശു ആരാ? എന്റെ കെട്ടിയോളാണ്. നിങ്ങൾക്കെന്താ ജോലി? ഈ അത്തറിന്റെയും ബുക്കിന്റെയും കച്ചവടം. നിങ്ങൾ എത്ര കാലം ഗൾഫിലുണ്ടായിരുന്നു? ഇല്ല, ഞാൻ ഗൾഫിൽ പോയിട്ടില്ല. നിങ്ങൾ കുറച്ചു കാലം ഗൾഫിലായിരുന്നു എന്നാണല്ലോ ഞാൻ പറഞ്ഞു കേട്ടത്. സത്യമായിട്ട് ഞാൻ ഗൾഫിൽ പോയിട്ടില്ല. നിങ്ങളുടെ പേരിൽ എന്തോ പോലീസ് കേസ് ഉണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു കേസ്? 5-8 കൊല്ലം മുമ്പാ ഒരു അതിർത്തി തർക്കം. ഞാനും ഞങ്ങളുടെ തൊട്ടടുത്ത് താമസിച്ചിരുന്ന സുലൈമാനും തമ്മിൽ. നാടകം കളിക്കല്ലേ? എന്തൊക്കെയാ സുലൈമാനി പറയുന്നത്? ഒരുപാട് പേരെയും പറമ്പും വിറ്റോനും വാങ്ങിയവനുമായി സുലൈമാൻ എന്നോട് കളിക്കാൻ വരല്ലേ? സുലൈമാനെ പഠിച്ചോന്ന് വിചാരിച്ചു. വേണ്ട സുലൈമാനെ. സുലൈമാനോടാ കളി. പിന്നീട് പ്രശ്നം പള്ളി കമ്മിറ്റി ഇടപെട്ട് പറഞ്ഞു തീർത്ത്. സുലൈമാൻ ഇവിടുന്ന് വീടും പറമ്പും വിറ്റ് പോയിട്ട് തന്നെ 4-5 കൊല്ലമായി. പാസ്പോർട്ട് ഇല്ല നിങ്ങൾക്ക്? ഇല്ല, അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഇപ്പം എന്തിനാ നിങ്ങൾക്ക് പാസ്പോർട്ട്? എനിക്ക് ഐശുവിനും ഇക്കൊല്ലം ഹജ്ജിന് പോകണമെന്നുണ്ട്. നിങ്ങളെ പാസ്പോർട്ടിന്റെ പോലീസ് എൻക്വയറി വന്നിട്ടുണ്ട്, അതിനെ കൊണ്ട് വിളിപ്പിച്ചതാ. നമ്മുടെ നാട്ടിൽ ഓരോരുത്തർക്കും 2-3 പാസ്പോർട്ടാ മാഷേ. അവസാന അന്വേഷണം വരുമ്പോ ഞങ്ങളെ പോലുള്ളവരാ കുടുങ്ങ.
ശരി. മയ്യത്ത് സുവർഗത്തിൽ പോയാലെന്ത് നരകത്തിൽ പോയാലെന്ത്, മുക്രിക്കാക്ക് പൈസ കിട്ടണമെന്ന് പറഞ്ഞ പോലെയാ. പാസ്പോർട്ടിന്റെ എൻക്വയറി വന്നാ പോലീസുകാരന് പൈസ കൊടുക്കാന്ന് പറയുന്നത് ഫറല. ഇനിയിപ്പോ നിങ്ങൾക്ക് പാസ്പോർട്ട് കിട്ടിയെന്ന് തന്നെ വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മഹലിൽ പോലീസുകാരന് പൈസ കൊടുക്കാതെ കിട്ടുന്ന ആദ്യത്തെ പാസ്പോർട്ട് നിങ്ങളതായിരിക്കും. കോയപ്പായോ ഹൈദരെ? നിങ്ങളൊപ്പം മാശുണ്ടായതുകൊണ്ടായിരിക്കും അയാൾ പൈസക്ക് ചോദിക്കാതിരുന്നത്. ഒരു കൊമ്പമ്മീശുള്ള പോലീസുകാരനില്ലേ, അയാളായിരുന്നു. മനസ്സുറപ്പില്ലാത്ത മനുഷ്യന്മാർ പോലീസുകാരായ കൊമ്പമീശ വച്ചേ പറ്റൂ. പാസ്പോർട്ട് എൻക്വയറി സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസർക്കാ. അവർ യൂണിഫോം ഇടൂല. ഇപ്പം ഇവിടെ ഒരു കബീറ, അയാൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിക്കും. ആ, അയാള് തന്നെ. ഈ ഹൈദറിന്റെ ഒരു കാര്യം എന്തൊക്കെയാ നോക്കി മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? അതെ, തെക്കനാ. കുഞ്ഞിപ്പള്ളീൻ്റെ അവിടുന്ന് ലക്ഷം വീട്ടിലേക്ക് പോകുന്ന വഴിയിലാ താമസം. അവിടെ എവിടെയാ? നിങ്ങൾക്ക് രക്തസാക്ഷി സുധാരേട്ടൻ്റെ വീടറിയില്ലേ? അറിയില്ല. നമ്മുടെ ധീര രക്തസാക്ഷി സുധാകരേട്ടൻ 2 കൊല്ലം മുമ്പ് ബോംബുണ്ടാക്കുമ്പോൾ ബോംബ് പൊട്ടി മരിച്ച നമ്മുടെ നേതാവില്ലേ സുധാകരേട്ടൻ, അയാളെ വീടിന്റെ 3ാമത്തെ വീടാ. ഒരു ചായ സ്ട്രോങ് ആയിക്കോട്ടെ. ഒന്ന് നിക്കണേ. എന്താ? ഞാൻ അബു. ഇന്നലെ പാസ്പോർട്ടിന്റെ കാര്യത്തിന് വന്ന് കണ്ടിരുന്നു. ആദാമിന്റെ മകൻ അബു. ഹജ്ജിന് പോകാന്നുള്ളത് എൻ്റെ ഐസുവിൻ്റെ കുറേ നാളത്തെ മോഹം. അറിവില്ലായ്മ കൊണ്ടാ അതാ സ്റ്റേഷനിൽ വന്നപ്പോൾ തരാതിരുന്നത്. പാസ്പോർട്ടിന്റെ കാര്യത്തിന് ഇനി വേറെ തടസ്സമൊന്നും ഉണ്ടാവില്ലല്ലോ? നിങ്ങൾ ധൈര്യമായിട്ട് ചെല്ല്, ഞാൻ അതൊക്കെ വേണ്ട പോലെ ചെയ്തോളാം. പാസ്പോർട്ട് നിങ്ങളെ വീട്ടിലെത്തിച്ചാ പോരെ? ഓക്കേ. ഉല്ലാസപ്പൂത്തിരികൾ കണ്ണു നനഞ്ഞവള്, ദത്തേനകൾ കണ്ണു നനഞ്ഞവള്, രാഗം ഇയല്ലേ, താളം ഇയല്ലേ. ഹൈസു, ഹൈസു, എന്താ എന്താ പറ്റിയത്? ഒന്നുമില്ല. ഞാനൊരു കിനാവ് കണ്ടടി. കിനാവോ? പടപ്പുകൾ കാണാൻ കൊതിക്കുന്നൊരു കിനാവ്. ഞാൻ മുത്തു റസൂലിന്റെ റൗള കിനാവ് കണ്ടടി. എൻ്റെ ഒപ്പം നീ ഉണ്ടായിരുന്നു. മദീനയുടെ മണ്ണിൽ കാലുകുത്തുമ്പോൾ റസൂലുള്ളാഹ്ക്ക് സലാം ചൊല്ലി, അസ്സലാമു അലൈക യാ റസൂലുള്ളാഹ്. ആളുകളുടെ ഇടയിൽ കൂട്ടം തെറ്റാതിരിക്കാൻ നമ്മൾ രണ്ടുപേരും കൈമുറുക്കി പിടിച്ചിരുന്നു. റസൂലിന്റെ റൗള സ്വപ്നം കാണാന്ന് പറഞ്ഞ മഹാഭാഗ്യ. ആ മണ്ണിൽ കാലുകുത്താനുള്ള ഭാഗ്യവും പടച്ചോൻ വിധിച്ചിട്ടുണ്ടാവും. പാസ്പോർട്ട് വന്നിട്ടുണ്ടെന്ന് അനന്തശിപ്പായി ഇന്നലെ പൊരയിൽ വന്ന് പറഞ്ഞിരുന്നു. അത് വാങ്ങിക്കാൻ വന്നതാ. ഓരൊക്കെ വരാൻ 10 മണിയാവും. നിങ്ങൾ പോയിട്ട് കുറച്ച് കഴിഞ്ഞു വാ. എങ്ങോട്ട് പോവാൻ? പൊരയിൽ ഇരിപ്പുറക്കാനിട്ടല്ലേ സുബൈക്കന്നെ ഇങ്ങോട്ട് പോകുന്നത്. ഓനിതങ്ങ് എടുത്തു തന്നാലെന്താ? അതിന് നേരവും കാലവും നോക്കണോ? നിങ്ങളൊന്ന് സഫൂറാക്ക്. സബൂറാക്കല്ല ഖദീജാക്ക്. നിനക്കിത് രണ്ടും ഒപ്പിട്ട് വാങ്ങിച്ചൂടായിരുന്നോ? എന്റെ പാസ്പോർട്ട് ഇന്റെ കയ്യിൽ തരൂലെന്ന് പറയുന്നത് എവിടത്തെ നിയമോ? ചില നേരത്തെ നിങ്ങൾക്ക് ചെറിയ കുട്ടികളെ സ്വഭാവ. ഇരിക്കേ.
ദേ അബൂക്ക ആ ദേ ഇവിടെ ഒന്ന് ഒപ്പിട്ടെ. ദാ ഒപ്പിട്ടോളൂ. ദാ ഇവിടെ 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 ഇവിടെ. ചായ പൈസ എൻ്റെ ഒരു സന്തോഷത്തിന്. ആ ഇന്റെ കയ്യിലെ മണ്ണ് അതിന്റെ മുകളിലാക്കണ്ട. നിങ്ങൾ തൊട്ടാ ഒരു കുഴപ്പമില്ല. ഞാൻ തൊട്ടാ അപ്പ അതിന്റെ മുകളിൽ മണ്ണായി. ഈ ഫോട്ടോയില് ഇന്നെ കാണാൻ നല്ല പത്രാസുണ്ട്. നോക്കിക്കോ. അബുക്കയ്ക്ക് ഈ കൊല്ലം ഹജ്ജ് ചെയ്യാനുള്ള യോഗമുണ്ട്. നാളെ ഹജ്ജ് സ്റ്റാമ്പിങ്ങിന് വേണ്ടി പാസ്പോർട്ട് മുംബൈക്ക് അയച്ചു തുടങ്ങും. പാസ്പോർട്ട് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ? ഓ ഉണ്ട്. ഹലോ സാർ, ബോസ് മുംബൈയിലാണ്. ഇല്ല, നിങ്ങളൊന്ന് നേരിട്ട് വിളിച്ച് സംസാരിക്കൂ. ഇല്ല, നാട്ടിൽ വരുന്ന കാര്യം പറഞ്ഞിട്ടില്ല. അത് സാറ് തന്നെ നേരിട്ട് വിളിച്ച് സംസാരിക്കുന്നതാവും നല്ലത്. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ. ഓക്കെ, ബൈ.
കുറച്ച് പണം കൊണ്ടുവന്നിട്ടുണ്ട്. ഒക്കെ 100-ന്റെ 10-ന്റെ നോട്ടുകളാ. 10-12 കൊല്ലായിട്ടുള്ള എൻ്റെ ഐസുവിൻ്റെയും സൂക്ഷിപ്പുകളാ. റസിയ ഒന്ന് ഇവിടം വരെ വരും. പണം അത് എത്ര രൂപ നോട്ടാണെങ്കിലും പണം പണം തന്നെ അല്ലേ അബുക്ക? എണ്ണി തിട്ടപ്പെടുത്താൻ കുറച്ച് സമയം കൂടുതലെടുക്കും, അത്രേ ഉള്ളൂ. സർ. അബുക്കയുടെയും ഭാര്യയുടെയും പാസ്പോർട്ടുകളാണ്. അടുത്ത ബാച്ചിൽ സ്റ്റാമ്പിങ്ങിന് അയച്ചോളൂ. ക്യാഷ് കൗണ്ട് ചെയ്ത് റെസിപ്റ്റ് കൊടുക്കണം. ഓക്കെ സർ. ആ, ഹജ്ജ് ക്ലാസിൻ്റെ ഡേറ്റ് വാങ്ങിച്ചോളൂ. കൂടെ ചെന്നോളൂ. എന്താ ഹൈദരെ? നിങ്ങളിത് എവിടെയായിരുന്നു? ഞാൻ കോഴിക്കോട് വരെ ഒന്ന് പോയതാ. പോയ ബുക്ക ഉസ്താദ് പോയി. കാലത്ത് ഞാൻ ചായ ആയിട്ട് ചെന്നതാ. ഉസ്താദ് മരിച്ചു കിടക്കായിരുന്നു. അല്ലാ, മയ്യത്തിന് അവകാശം പറഞ്ഞ് താഴത്തങ്ങാടിക്കാരും മേലത്തങ്ങാടിക്കാരും തമ്മിൽ അടി നടന്നുകൊണ്ടിരിക്കുക. ഈ ഉസ്താദ് പോയ ബുക്ക. അല്ല, ആരത്? അബ്ബയ്ക്കോ? എന്താ ഈ വഴിക്ക്? എങ്ങോട്ടെങ്കിലും അത്യാവശ്യത്തിന് ഇറങ്ങിയതാണെങ്കിൽ ഞാൻ പോയിട്ട് പിന്നെ വരാം. ഒരു അത്യാവശ്യമില്ല, നിങ്ങൾ വാ. ഉസ്താദ് മരിച്ചതിൽ പിന്നെ ഒരിടത്ത് ഇരിപ്പ് ഉറക്കണില്ല. എന്നും കാലത്ത് ഉസ്താദിന്റെ കബറിൽ 2 ചന്ദനത്തിരി കത്തിച്ച് വെച്ചിട്ടേ എങ്ങോട്ടും പോകാറുള്ളൂ. നിങ്ങൾ ഇരിക്കാൻ ബുക്ക. നിങ്ങൾ വന്ന കാര്യം പറ. എനിക്ക് ഐസൂനും ഇക്കൊല്ല ഹജ്ജിന് പോണമെന്നുണ്ട്. കർത്താവേ, നന്നായി. ഞാനിപ്പോ അബുക്കാക്ക് എന്താ ചെയ്തു തരണ്ടേ? പണമൊക്കെ ശരിയായോ? ഇല്ല, അതിനുള്ള ഓട്ടപ്പാച്ചില്ല. ഞങ്ങളെ വീട്ടുമുറ്റത്തൊരു വരിക്കപ്ലാവുണ്ട്. അറിയാലോ, ഒരു 2-3 കൊല്ലം മുൻപ് ഞാൻ ആ പ്ലാവ് കൊടുക്കുന്നുണ്ടോന്ന് ചോദിച്ചപ്പോ ഇപ്പൊ കൊടുക്കുന്നില്ല, അതൊരു ആവശ്യത്തിന് നിർത്തിയേക്കാണെന്നാ നിങ്ങൾ അന്ന് എന്നോട് പറഞ്ഞത്. ആ ആവശ്യം ഇപ്പോൾ വന്നിരിക്കുക. നിങ്ങൾ ആ മരം ഒന്ന് നോക്കി പരമാവധി വില തരണം. ആ പ്ലാവിന്റെ മുന്നിലൂടെ രാവിലെയും വൈകിട്ടും നടന്നു പോണേ എനിക്ക് ആ മരം പ്രത്യേകിച്ച് കാണേണ്ട ആവശ്യമില്ല. പിന്നെ ഇതൊരു കച്ചവടമായിട്ട് കാണുന്നുമില്ല. ഞാനൊരു 60,000 റുപ്യ തരാം. എന്താ, സമ്മതാണോ? ഇതൊരു 10,000 രൂപയുണ്ട്. ബാക്കി പണം എന്താ വേണ്ടത്? ഒരു 10 ദിവസത്തിനുള്ളിൽ അബുക്ക കാര്യങ്ങളെല്ലാം നീക്കിക്കോളൂ. ബാക്കി പണം ആ സമയത്ത് കിട്ടിയിരിക്കും. ശരി. പിലാവ് ജോൺസന് വിറ്റു 60,000 റുപ്യക്ക്. 10,000 റുപ്യ അഡ്വാൻസും തന്നു. മനുഷ്യന്മാര് ആരൊക്കെയാ എപ്പോഴൊക്കെയാ ഉപകാരപ്പെടുന്നു പറയാൻ പറ്റില്ല. ഇത്രയും പണം കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നീ ഇത് അകത്ത് കൊണ്ടുവെക്ക്. ഇനി ഒരു 40,000 റുപ്യ കൂടി കിട്ടിയ ട്രാവൽസിലെ പൈസ കൊടുക്ക. കുറച്ച് ചില്ലറ കയ്യിലും വേണ്ടേ? തിരിച്ചു വരുമ്പോ ആൾക്കാർക്ക് കൊടുക്കാൻ കുറച്ച് കാരക്കെങ്കിലും വാങ്ങിക്കണ്ടേ? എന്റെ കാതിലും കഴുത്തിലും കൂടെ ഒരു 3 പവനെങ്കിലും കാണും. ഇന്നത്തെ വിലക്ക് ഒരു 10-30,000 റുപ്യെങ്കിലും ഇതിന് കിട്ടില്ലേ? എത്ര പവന്റെ പണ്ടങ്ങളുണ്ടായിരുന്നതാ. എല്ലാം വിറ്റിട്ടും പണയം വെച്ചിട്ടും ഞാൻ തന്നെയല്ലേ കളഞ്ഞത്. ഒന്നും നിങ്ങളെ ആവശ്യത്തിന് വേണ്ടിയല്ലല്ലോ, നമ്മുടെ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയല്ലേ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, എന്റെ കഴുത്ത് കിടന്നിരുന്ന 5 പവന്റെ ചവിടി സത്താറിനെ പ്രസവിക്കുന്ന സമയത്താ അത് വിറ്റത്. എന്നാലും വേണ്ടേ ഐശു, പിന്നെയും ഒരു 10-15,000 റുപ്യ.
ഐസു എന്റെ കയ്യിൽ എന്തിനാ, നിങ്ങൾ തന്നെ വെച്ചോ. ഒരു മാസത്തോളമുള്ള യാത്രയല്ലേ, എന്നായാലും ഐറ്റിങ്ങൾ ആരെങ്കിലും ഏൽപ്പിച്ചല്ലേ പറ്റൂ. ഒറ്റക്കാവുമ്പോ എനിക്ക് മിണ്ടിയും പറഞ്ഞിരിക്കാൻ അവരിലുണ്ടായിരുന്നുള്ളൂ. നാൽക്കാലികളായിട്ട് കണ്ടിട്ടില്ല. നമ്മൾ കണ്ട കിനാക്കളൊക്കെ നടക്കാൻ പോവാ. നിന്റെ സ്വർണം വിറ്റതും ഇതും കൂടി ട്രാവൽസിൽ കൊടുത്താ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ തീരും. പിന്നെ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ജോൺസന്റെ കയ്യിൽ നിന്ന് ബാക്കി കാശ് വാങ്ങി ട്രാവൽസ് കൊടുത്താൽ മതി. ഇനി നമുക്ക് ധൈര്യമായിട്ട് തുടങ്ങാം ഐസു. യാത്ര പറച്ചിലുകളും പൊരുത്തം വാങ്ങലും. ഉസ്താദേ, ഉസ്താദേ, ഞാൻ കണ്ട് പെണ്ണുങ്ങളും കുട്ടികളും എല്ലാവരും ഇങ്ങടെ കബറി പിടിച്ച് കരഞ്ഞ് സങ്കടങ്ങൾ പറയാ. സങ്കടങ്ങൾ സഹിക്കാതാവുമ്പോ നിങ്ങൾ ഇവിടെയല്ലേ വന്നിരിക്കാറ്? ജോൺസന് മരം വിറ്റു, ഐശുവിന്റെ പശുക്കളെ വിറ്റു, ഓളുടെ ദേഹത്തുണ്ടായിരുന്ന തരി പൊന്നുപോലും വിറ്റു. ഞങ്ങൾക്ക് ഹജ്ജിന് പോകാനുള്ള പണമായി ഉസ്താദെ. ആദ്യമായി യാത്ര ചോദിക്കേണ്ടതും പൊരുത്തം വാങ്ങേണ്ടതും ഇങ്ങളോടല്ലേ? ഇൻഷാ അല്ലാഹ് ഈ മാസം ഞങ്ങൾ പുറപ്പെടും. അറിഞ്ഞോ അറിയാതെയോ ഇങ്ങളുടെ മനസ്സിനെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പൊറുക്കണം. ഇങ്ങളുടെ ഒരു രക്ഷ എൻ്റെ ഐശുവിൻ്റെ കൂടെ ഉണ്ടാവണം. അസ്സലാമു അലൈക്കും. നിഭൻ നിർമ്മലൻ നിരഞ്ജനൻ നീലനീരജദളലോചനൻ നാരായണൻ നീലലോഹിത സേവ്യൻ നിഷ്കളൻ നിത്യൻ പരൻ കാലദേശാനുരൂപൻ കാരുണ്യനിലയനൻ ഭാരതീ ഗുണന്തവച പരമാമൃതമല്ലോ പാരാതേ പാലലോചനൻ പരമേശ്വരൻ പശുപതി. ഇതെന്താ ഈ നേരത്തൊരു പാല്? ഞങ്ങളെ പശുവിനെ വിറ്റു. അവരവളെ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഞാൻ അവളെ അവസാനമായിട്ട് കറന്നതാ. അപ്പൊ നാളെ പോലെ നമുക്ക് പാലില്ല. ഞങ്ങൾ പോയി വരുന്നതുവരെ മറ്റാരെങ്കിലും ഏൽപ്പിക്കണമെന്ന് ആഗ്രഹിച്ചതാ. പിന്നെ കാശിന്റെ കുറവ് വന്നപ്പോ അതിനങ്ങ് വിറ്റു. എത്ര ദിവസം വേണം പോയി വരാൻ? ഏറിയാലൊരു മാസം. ഹജ്ജ് ചെയ്തു വരുന്ന ഹാജിക്ക് ഈ മണ്ണിൽ പിറന്നു വീഴുന്ന കുഞ്ഞിന്റെ മനസ്സാന്ന് കേട്ടിട്ടുണ്ട്. ശരിയാണ് മാഷെ, എല്ലാ ഭാരങ്ങളും ഇറക്കി വെച്ചിട്ടുള്ള വരവല്ലേ. പിന്നെ ഞങ്ങൾ വന്നത് യാത്ര ചോദിക്കാനാണ്. പടച്ചോന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അടുത്ത ആഴ്ച ഞങ്ങൾ യാത്ര തിരിക്കും. പിന്നെ അറിഞ്ഞോ അറിയാതെയോ ഞങ്ങളുടെ വാക്കിലോ പ്രവൃത്തിയിലോ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ പൊറുക്കണം. എന്താ അബൂക്ക ഈ പറയുന്നത്? നിങ്ങളെപ്പറ്റി നല്ലത് മാത്രമല്ലേ ഞങ്ങൾക്ക് ഓർക്കാനുള്ളൂ. ഇവിടെ ഞങ്ങൾ എന്നും പറയാറുണ്ട് നിങ്ങൾ രണ്ടുപേരെയും കുറിച്ച്. ആരെയും പറ്റിക്കാതെയും ഉപദ്രവിക്കാതെയും ഇത്രയും കാലം നിങ്ങൾ ജീവിച്ചു തീർത്ത ജീവിതം, അത് തന്നെയാണ് ദൈവത്തോടുള്ള ഏറ്റവും വലിയ പ്രാർത്ഥന. ഞങ്ങളും പ്രാർത്ഥിക്കാം എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്തു തീർത്ത് നിങ്ങൾ തിരിച്ചെത്താൻ.
മനുഷ്യൻ ഏറ്റവും സ്വാർത്ഥനാവാറ് ദൈവത്തിൻ്റെ മുമ്പിലാ. അവനവൻ്റെ കാര്യങ്ങൾ തന്നെ ഒരുപാട് പറയാനുണ്ടാവും. എന്നാലും അവിടെ എത്തിയ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ ഞങ്ങളെ കൂടെ പെടുത്തണം. ശരി. ഈശ്വര, നാല് ഭാഗത്ത് വേലി മാന്തി 5 സെന്റ് 10 സെന്റ് ആക്കാനുള്ള നിങ്ങൾ ഈ കളിയുണ്ടല്ലോ, അത് ഈ സുലൈമാനോട് വേണ്ട. വീടടി അങ്ങോട്ട്. കാക്കാ, നിങ്ങൾക്ക് എന്റെ ഉപ്പാന്റെ പൈസ, അതുകൊണ്ടാ മര്യാദയ്ക്ക് വേലി വിളിച്ച് മാറ്റിക്കിടുന്ന നിങ്ങൾക്ക് നല്ലത്. നീ പോയി നിന്റെ പണി നോക്കേ. കാക്ക തലയിൽ തൊപ്പയും വെച്ച് താടിയും വളർത്തി നിസ്കാര താഴ്മ കൊണ്ട് നടന്നാ മുസൽമാനാവൂല, ജീവിച്ച് കാണിക്കണം. സുലൈമാനെ സുലൈമാൻ തട്ട